2019 നവംബർ 11 ഡൽഹിയിലെ ജനക്പുരിയിൽ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന 20 വയസ്സുകാരി നാൻസി ശർമ്മ എന്ന പെൺകുട്ടിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 2 ആഴ്ചയോളം നാൻസി ശർമ്മയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല. അവളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളെല്ലാം തന്നെ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. അങ്ങനെയിരിക്കെ നവംബർ 27 ഹരിയാനയിലെ പാനിപ്പട്ട് റിഫൈനറിക്ക് സമീപമുള്ള കാടുപിടിച്ച പ്രദേശത്തു നിന്നും അഴുകിയ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അവളുടെ തലയിൽ 2 വെടിയുണ്ടകൾ തുളച്ചുകയറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. പിന്നീട് നടന്ന പരിശോധനയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 ആഴ്ച മുൻപ് കാണാതായ നാൻസി ശർമ്മയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ആരായിരുന്നു നാൻസി ശർമ്മ? അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? അവളുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ആയിരത്തി 1999 ഡൽഹിയിലെ ജനക്പുരിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച തികച്ചും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു നാൻസി ശർമ്മ. അവളുടെ അച്ഛൻ സഞ്ജയ് ശർമ്മ ഹരിയാനയിലെ ഒരു ചെറിയ ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ചെറുപ്പം മുതൽ തന്നെ നാൻസിക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് സ്വന്തമായി അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പണത്തിന്റെ പേരിൽ തന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ +2 പഠനം നിർത്തിയ നാൻസി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ തീരുമാനിച്ചു. ഡൽഹിയിൽ വലിയ പാർട്ടികളും പരിപാടികളുമെല്ലാം നടത്തുന്ന ഒരു ബാർ ഹോട്ടലിൽ ഇവന്റ് മാനേജറായിട്ടാണ് അവൾക്ക് ജോലി ലഭിച്ചത്. നിരവധി ക്ലയന്റുകളുമായി അവൾ ഇടപെട്ടു, പരിപാടികൾ ആസൂത്രണം ചെയ്തു. എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. താൻ ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള തോന്നൽ നൽകാൻ ആ ജോലി അവളെ സഹായിച്ചു. വ്യക്തിജീവിതത്തിൽ ധാരാളം സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാൻ നാൻസി ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ നാൻസിയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഡൽഹിയിലെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അറിയാമായിരുന്നതിനാൽ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അവളുടെ അച്ഛൻ സഞ്ജയ് ശർമ്മ എപ്പോഴും അവൾക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. എന്നാൽ അവൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലിയും ജീവിതത്തിൽ അത് നൽകുന്ന ഫ്രീഡവും ആവോളം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു നാൻസി. നൈറ്റ് പാർട്ടികളിൽ പങ്കെടുക്കുക, സുഹൃത്തുക്കളോടൊപ്പം രാത്രി മുഴുവൻ കറങ്ങി നടക്കുക, ഇതൊക്കെയായിരുന്നു അവൾ ഇഷ്ടപ്പെട്ടിരുന്നത്. ഈ സമയത്തെല്ലാം നാൻസിക്ക് 16 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് അവൾ ഒരു യുവാവിനെ പരിചയപ്പെടുന്നു, സാഹിൽ ചോപ്ര. 18 വയസ്സുള്ള സാഹിൽ ചോപ്ര ഡൽഹിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അവന്റെ പിതാവിന് ഒരു വലിയ യൂസ്ഡ് കാർ ഡീലർഷിപ്പുണ്ട്. ചെറുപ്പം മുതലേ ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്ന സാഹിൽ കാറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. ഉപഭോക്താക്കളുമായി അവൻ നല്ല ബന്ധം സ്ഥാപിച്ചു. ബിസിനസ് കാര്യങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാമെന്ന് ചെറുപ്പത്തിലെ പഠിച്ചു. അതുകൊണ്ടുതന്നെ നിലവിൽ അവൻ പഠനമെല്ലാം ഉപേക്ഷിച്ച് അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ വെച്ച് നാൻസിയും സാഹിലും ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമായി. അവർ വളരെ നേരം സംസാരിച്ചു, ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും മദ്യപിക്കുകയും ചെയ്തു. രാത്രി പാർട്ടി അവസാനിക്കുന്നതിന് മുൻപ് അവർ ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി. പിറ്റേന്ന് രാവിലെ സാഹിൽ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ഇന്നലെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു, നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാൻ കഴിയുമോ? ഇതായിരുന്നു മെസ്സേജ്. നാൻസി പെട്ടെന്ന് തന്നെ മറുപടി നൽകി, തീർച്ചയായും. അന്നു മുതൽ അവരുടെ പ്രണയബന്ധം അവിശ്വസനീയമായ രീതിയിൽ വളരാൻ തുടങ്ങി. എല്ലാ ദിവസവും അവർ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ രഹസ്യമായി കണ്ടുമുട്ടാൻ തുടങ്ങി. ആദ്യമെല്ലാം കഫേയിൽ വെച്ചായിരുന്നു ഇരുവരും മീറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നീടത് സാഹിലിന്റെ കാറിൽ ദീർഘയാത്രകൾ നടത്തുന്ന തരത്തിൽ വളർന്നു. ഓരോ കൂടിക്കാഴ്ചയും അവരുടെ സ്നേഹവും ആവേശവും വർദ്ധിപ്പിച്ചു. 1 മാസത്തിനുള്ളിൽ സാഹിൽ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണ് എന്ന് നാൻസിക്ക് പൂർണ്ണമായും ബോധ്യമായി. ഇതോടെ അവൾ തന്റെ സുഹൃത്തുക്കളായ അഞ്ജലിയോടും സാറയോടും സാഹിലിനെ കുറിച്ച് തുറന്നു പറഞ്ഞു. സാഹിൽ വളരെ വ്യത്യസ്തനാണ് എന്നും ഭാവിയെക്കുറിച്ച് അവന് വ്യക്തമായ പ്ലാനുകളുണ്ട് എന്നും
ഞാൻ കണ്ട മറ്റുള്ള ആണുങ്ങളെപ്പോലെയല്ല അവൻ എന്നുമാണ് അവൾ സുഹൃത്തുക്കളോട് പറഞ്ഞത്. 2 മാസത്തിനു ശേഷം സാഹിൽ നാൻസിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ഈ കാര്യം അച്ഛൻ സഞ്ജയ് ശർമ്മയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് സ്ഥിരതയുള്ള ഒരു ബിസിനസ് ഉണ്ട്, നല്ലൊരു കുടുംബമുണ്ട്. അദ്ദേഹം എന്നെ നിരസിക്കാൻ ഒരു സാധ്യതയുമില്ല. അതിനാൽ നമുക്ക് ധൈര്യമായി വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് സാഹിൽ ചോപ്ര പറഞ്ഞതോടെ നാൻസി അവളുടെ അച്ഛൻ സഞ്ജയ് ശർമ്മയോട് ഈ കാര്യം അവതരിപ്പിച്ചു. ഒരു ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ വെച്ച് സാഹിലിനെ കണ്ടുമുട്ടിയതും അവർ ഇഷ്ടത്തിലായതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാൻസി അച്ഛനോട് തുറന്നു പറഞ്ഞു. മകൾ ആവേശത്തോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഞ്ജയ് ശർമ്മ നിശബ്ദനായി കേട്ടുനിന്നു. ശേഷം അന്വേഷിച്ചിട്ട് പറയാമെന്ന് മാത്രം അദ്ദേഹം മറുപടി നൽകി. അടുത്ത ദിവസം തന്നെ സഞ്ജയ് സാഹിൽ ചോപ്രയെക്കുറിച്ച് ഒരന്വേഷണം നടത്തി. അവൻ പലപ്പോഴും ക്ലബ്ബുകളിൽ പോകാറുണ്ടെന്നും സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും മറ്റ് നിരവധി പെൺകുട്ടികളുമായി അടുപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതോടെ ഈ ബന്ധത്തിൽ നിന്നും നാൻസിയെ പിന്തിരിപ്പിക്കാൻ സഞ്ജയ് ശർമ്മ ശ്രമം നടത്തി. നിനക്ക് 16 വയസ്സ് മാത്രമേയുള്ളൂ. പ്രണയത്തിനോ വിവാഹത്തിനോ ഉള്ള സമയമല്ല ഇത്. നീ നിന്റെ പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. സാഹിലിനെ അവന്റെ വഴിക്ക് പോവാൻ അനുവദിക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു നോക്കിയെങ്കിലും നാൻസി അതൊന്നും ചെവിക്കൊണ്ടില്ല. ഇതോടെ അച്ഛനും മകളും തമ്മിൽ തർക്കമായി. ആ തർക്കം ദിവസങ്ങൾ കഴിയുന്തോറും വഷളായിക്കൊണ്ടിരുന്നു. സഞ്ജയ് ശർമ്മയ്ക്ക് മകളെയോർത്ത് നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും അവളെ സംരക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതേസമയം തന്നെ ശരിക്കും മനസ്സിലാക്കുന്നത് സാഹിൽ മാത്രമാണ് എന്ന് പറഞ്ഞ നാൻസി അച്ഛനോട് ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങി. ഈ വിവരമറിഞ്ഞ സാഹിൽ ചോപ്ര അവളെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും സാഹചര്യം അനുകൂലമായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ നിയമപരമായ വിവാഹപ്രായം 18 വയസ്സാണ്. നാൻസിക്കാണെങ്കിൽ 17 പോലും തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നാൻസിയെ വിവാഹം കഴിക്കുന്നത് പോയിട്ട് സ്വന്തം വീട്ടിൽ കാര്യം അവതരിപ്പിക്കാൻ പോലും സാഹിലിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ഡൽഹിയിലെ ജനക്പുരിക്ക് സമീപത്തുള്ള ഒരു റെന്റൽ അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസം ആരംഭിക്കുന്നത്. തനിക്ക് പഠനം തുടരാൻ താല്പര്യമുണ്ടെന്നും അതിനാൽ കോളേജിനടുത്തായുള്ള ഒരു ഹോസ്റ്റലിലാണ് ഇനി ഞാൻ താമസിക്കാൻ പോകുന്നത് എന്നും സാഹിൽ പാരന്റ്സിനോട് പറഞ്ഞു. മകൻ പഠിക്കാൻ തീരുമാനിച്ചതിൽ പാരന്റ്സിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവർ ഒരെതിർപ്പും പ്രകടിപ്പിക്കാതെ ഓക്കെ പറഞ്ഞു. അങ്ങനെ 2019 വരെ ഇരുവരും വിവാഹമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചു. നാൻസിക്ക് 20 വയസ്സും സാഹിലിന് 22 വയസ്സും തികഞ്ഞു. ഒരുമിച്ചുള്ള താമസം ആരംഭിച്ചതിനു ശേഷം നാൻസി ജോലിക്കൊന്നും പോയിരുന്നില്ല. സാഹിലാണ് തന്റെ കാർ ബിസിനസ്സിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് എല്ലാ ചിലവുകളും നോക്കിയിരുന്നത്. ഒടുവിൽ 2019 മാർച്ച് 7 അവരൊരു ക്ഷേത്രത്തിൽ വെച്ച് പാരന്റ്സിനെയൊന്നും അറിയിക്കാതെ വിവാഹം കഴിക്കുകയും നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നാൻസി അവളുടെ സഹോദരിക്ക് ഒരു വിവാഹ ഫോട്ടോ അയച്ചു കൊടുക്കുകയും സാഹിൽ നാൻസിയെ അവന്റെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പഠിക്കാനായി പോയ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് വന്നത് കണ്ടപ്പോൾ സാഹിലിന്റെ പാരന്റ്സ് ശരിക്കും തകർന്നുപോയി. അവന്റെ ഈ പ്രവൃത്തിയിൽ അവർ വളരെയധികം വിഷമിച്ചു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അവർക്ക് നാൻസിയെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ പതിയെ അവർ മകന്റെ തീരുമാനവുമായി പൊരുത്തപ്പെട്ടു. ശേഷം കാർ റീറ്റെയിൽ ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണം പിതാവ് സാഹിൽ ചോപ്രയ്ക്ക് കൈമാറി. അങ്ങനെ സാഹിലും നാൻസിയും ആ വീട്ടിൽ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചു. തന്റെ പ്രശസ്തി സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ തന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും വേണ്ടി 2019 മാർച്ച് 27 സാഹിൽ ചോപ്രയുടെയും നാൻസിയുടെയും വിവാഹത്തിനോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ എല്ലാവരെയും അറിയിച്ച് ആഡംബരത്തോടെ തന്നെ നടത്താൻ സാഹിലിന്റെ പിതാവ് തീരുമാനിക്കുന്നു. ഇങ്ങനെയൊരു ഫംഗ്ഷൻ നടത്തിയില്ലെങ്കിൽ തങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടി വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ആരെയും അറിയിക്കാതെ അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നു എന്ന് ആളുകൾ പറഞ്ഞു നടക്കും. അത് അദ്ദേഹത്തിന് ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും അറിയിച്ച് ഫംഗ്ഷൻ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. ഇതേ സമയം നാൻസി അവളുടെ സഹോദരിയെ വിളിച്ച് അച്ഛൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും റിസപ്ഷനിൽ പങ്കെടുപ്പിക്കണമെന്നും റിസപ്ഷൻ കഴിഞ്ഞതിനു ശേഷം സാഹിലിന്റെ പിതാവിനോട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ നാൻസിയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും റിസപ്ഷനിൽ പങ്കെടുത്തില്ല. ഇത് സാഹിലിന്റെ പിതാവിനെ വളരെയധികം അസ്വസ്ഥനാക്കിയെങ്കിലും പരിപാടി ഭംഗിയായി നടന്നതിൽ അദ്ദേഹം ആശ്വസിച്ചു.
കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാഹിലും നാൻസിയും ഗോവയിലേക്ക് ഹണിമൂൺ ട്രിപ്പിനെല്ലാം പോയി അവരുടെ ദിവസങ്ങൾ സന്തോഷഭരിതമാക്കി. അച്ഛനും കുടുംബാംഗങ്ങളും റിസപ്ഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളതുകൊണ്ട് നാൻസിക്ക് അവരോട് ദേഷ്യമൊന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് സഞ്ജയ് ശർമ്മയ്ക്ക് മകളോടുള്ള ദേഷ്യം കുറയ്ക്കാൻ കാരണമായി. അദ്ദേഹവും നാൻസിയോട് ഫോണിലൂടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ചു മാസങ്ങൾ അവളുടെ ജീവിതം മനോഹരമായിരുന്നു. നാൻസി വീട്ടുജോലികളിലെല്ലാം സഹായിച്ച് നല്ലൊരു മരുമകളായി ജീവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ സാഹിൽ നാൻസിയുമായി ചെറിയ ചെറിയ വിനോദയാത്രകൾക്കും പോവുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നാൻസി അവളുടെ സുഹൃത്ത് അഞ്ജലിയെ വിളിച്ച് ആവേശത്തോടെ പറഞ്ഞിരുന്നു. വിവാഹം വളരെ അത്ഭുതകരമാണ്. സാഹിൽ എന്നെ ശരിക്കും സ്നേഹിക്കുന്നു. ഈ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടയാണ്, അവൾ അഞ്ജലിയോട് പറഞ്ഞു. എന്നാൽ ഏകദേശം 7 മാസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2019 ഒക്ടോബറോടെ തർക്കങ്ങൾ ഉയർന്നു വന്നു. സംശയത്തിൽ നിന്നുമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നാൻസിയുടെ ഒരു പെൻഡ്രൈവിൽ നിന്നും അവൾ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്ന നിരവധി പഴയ ഫോട്ടോകൾ സാഹിൽ കാണാനിടയായി. അതിൽ ആൺ സുഹൃത്തുക്കളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇതോടെ നാൻസി തന്നെ ചതിക്കുകയായിരുന്നു എന്നും അവൾക്ക് ഒന്നിലധികം കാമുകന്മാരുണ്ടായിരുന്നു എന്നും അതിൽ ഒരാൾ മാത്രമായിരുന്നു താനെന്നും സാഹിൽ സംശയിക്കാൻ തുടങ്ങി. അത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. അവർക്കിടയിൽ മാനസികമായി അകൽച്ച വന്നതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനും വിനോദയാത്രകൾക്കുമായി നാൻസി വരുത്തിവെക്കുന്ന ചിലവുകൾ സാഹിലിന് ഒരു ബാധ്യതയായി മാറി. ഇതേ സമയത്ത് തന്നെ അവരുടെ ബിസിനസ്സും തകരാൻ തുടങ്ങി. കാറുകളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. കടം പെരുകി. ചിലവുകൾ കുറയ്ക്കാനും ജോലിക്ക് പോയി സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനും സാഹിൽ നാൻസിയോട് പറഞ്ഞു. ഇതൊന്നും കൂടാതെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ തനിക്ക് തരാനുള്ള സ്ത്രീധന തുകയായി കുറഞ്ഞത് 30 ലക്ഷം രൂപയെങ്കിലും എത്രയും പെട്ടെന്ന് കൈമാറാൻ നിന്റെ വീട്ടുകാരോട് പറയണമെന്നും സാഹിൽ നാൻസിയോട് പറഞ്ഞു. തന്റെ കുടുംബത്തിന് അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല എന്ന് പറഞ്ഞ നാൻസി സാഹിലിന്റെ ആവശ്യം അംഗീകരിക്കാതായതോടെ കാര്യങ്ങൾ വഷളായി. ഇതോടെ മാനസിക പീഡനം ആരംഭിച്ചു. പണത്തെ ചൊല്ലി ദിവസേനയുള്ള വഴക്കുകൾ, പരപുരുഷ ബന്ധം ആരോപിച്ചുള്ള കുത്തുവാക്കുകൾ, ഇതെല്ലാം പതിവായി. നാൻസി സാഹിലിന്റെ വീട്ടിൽ ഒറ്റപ്പെട്ടു. ദിവസങ്ങളോളം അവൾ കരഞ്ഞു. സുഹൃത്തുക്കളോട് സന്തോഷകരമായ ദിവസങ്ങളെക്കുറിച്ച് വാചാലയായ അവൾക്ക് വിഷമങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അവൾ അഞ്ജലി എന്ന സുഹൃത്തിനോട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു. സാഹിൽ ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ വഴക്കുകൾ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തു. സെപ്റ്റംബറിൽ നടന്ന ഒരു തർക്കത്തിനിടയിൽ നാൻസി സാഹിലിനെതിരെ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് സാഹിലിനെ തുടക്കത്തിൽ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും പീഡനങ്ങൾ വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞില്ല. ഇതോടെ അവൾ അച്ഛൻ സഞ്ജയ് ശർമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും തിരിച്ചു വരാൻ അദ്ദേഹം ഉപദേശിച്ചെങ്കിലും നാൻസി അതിന് തയ്യാറായില്ല. സാഹിൽ പഴയതുപോലെ തന്നെ സ്നേഹിക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. 2019 നവംബർ 10 വഴക്കുകൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഇതോടെ ഇനി തനിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നും തനിക്ക് ഡിവോഴ്സ് വേണമെന്നും സാഹിൽ നാൻസിയോട് പറഞ്ഞു. എന്നാൽ ഒരിക്കലും താൻ ഡിവോഴ്സിന് തയ്യാറല്ല എന്ന് നാൻസി തറപ്പിച്ച് പറഞ്ഞതോടെയാണ് സാഹിലിന്റെ മനസ്സിൽ അതിക്രൂരമായ ചില പദ്ധതികൾ പൊട്ടിമുളച്ചത്. നാൻസിയെ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കുക, ഇതായിരുന്നു പ്ലാൻ. സാഹിൽ തന്റെ വിശ്വസ്തനായ ജീവനക്കാരൻ ശുഭമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സാഹിലിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ മാത്രമല്ല, വർഷങ്ങളായുള്ള അവന്റെ സുഹൃത്തു കൂടിയാണ് ശുഭം. ഇതോടെ ശുഭം അവന്റെ ഒരു കസിനായ ബാദലുമായി സാഹിലിന്റെ ഓഫീസിലെത്തി. സാഹിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്ലാൻ അവരോട് വിശദീകരിച്ചു. എന്റെ ജീവിതത്തിലുണ്ടാവുന്ന ഈ വഴക്കുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വിവാഹമോചനം വേണ്ട. അത് പിന്നീട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കിപ്പോൾ വേണ്ടത് പെട്ടെന്നുള്ളൊരു പരിഹാരമാണ്. അതിനാൽ ബിസിനസ്സിനായി കുറച്ച് പണം ശേഖരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ ഹരിയാനയിലെ പാനിപ്പട്ടിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യും. നാൻസിയെയും കൂടെ കൂട്ടും. ശുഭം കാർ ഓടിക്കണം. ബാദൽ മുന്നിലിരിക്കും. ഞാനും നാൻസിയും പുറകിലിരിക്കും. പാനിപ്പട്ട് ഫ്ലൈ ഓവറിൽ വെച്ച് കാർ ഓഫാകും. നമ്മളെല്ലാവരും പുറത്തിറങ്ങും. ഈ സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നാൻസിയെ പിടിച്ചു നിർത്തണം. ശേഷം എന്റെ കയ്യിലുള്ള തോക്കുപയോഗിച്ച് ഞാൻ അവളെ ഇല്ലാതാക്കും.
ഇതായിരുന്നു സാഹിലിന്റെ പ്ലാൻ. ഈ പ്ലാൻ കേട്ട ബാദൽ ആദ്യമൊന്ന് മടിച്ചു നിന്നു. പോലീസ് പിടികൂടുമെന്നുള്ള ഭയമായിരുന്നു കാരണം. എന്നാൽ സാഹിൽ വലിയൊരു തുക ഓഫർ ചെയ്തതോടെ ബാദൽ സമ്മതമറിയിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പ്ലാൻ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം, അതായത് 2019 നവംബർ 11 രാവിലെ പാനിപ്പട്ട് യാത്രയെക്കുറിച്ച് സാഹിൽ നാൻസിയോട് പറയുന്നു. നമ്മുടെ ഈ വഴക്ക് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പ്രത്യേകിച്ച് ഇന്നലെയുണ്ടായ വഴക്കിൽ എനിക്ക് ഖേദമുണ്ട് എന്നും അതിനാൽ എല്ലാം മറന്ന് ഒരു പൊതുജീവിതം ആരംഭിക്കാൻ നമുക്കൊരു യാത്ര പോവാമെന്നും പറഞ്ഞാണ് സാഹിൽ നാൻസിയെ പാനിപ്പട്ടിലേക്ക് ക്ഷണിച്ചത്. എന്നെങ്കിലും ഒരു നാൾ സാഹിൽ തന്നോട് പഴയതുപോലെ സ്നേഹത്തോടെ പെരുമാറുമെന്ന് ചിന്തിച്ചു നടന്നിരുന്ന നാൻസി ഇങ്ങനെയൊരു യാത്ര അതിയായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ യാത്രയ്ക്ക് സമ്മതിച്ചു. അപ്പോഴും ഒരുപക്ഷെ തനിക്ക് സംഭവിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ചും അവൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. നാൻസി അവസാനമായി അവളുടെ ഫ്രണ്ട് അഞ്ജലിക്ക് അയച്ച മെസ്സേജ് അതിന്റെ തെളിവാണ്. എന്റെ ഫോൺ 3 ദിവസത്തിൽ കൂടുതൽ സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ അതിനു പിന്നിൽ സാഹിൽ ചോപ്രയാണെന്ന് നീ എന്റെ അച്ഛനോട് പറയണം. ഇതായിരുന്നു നാൻസിയുടെ മെസ്സേജ്. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടെ അവർ പാനിപ്പട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി. ശുഭവും ബാദലും കാറുമായി എത്തി. ബിസിനസ് ട്രിപ്പ് കൂടി ആയതുകൊണ്ടാണ് സ്റ്റാഫുകളും കൂടെ വരുന്നത് എന്നാണ് സാഹിൽ നാൻസിയോട് പറഞ്ഞത്. അവളത് വിശ്വസിക്കുകയും ചെയ്തു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ശുഭം കാർ ഡ്രൈവ് ചെയ്യുന്നു. ബാദൽ മുൻസീറ്റിലും നാൻസിയും സാഹിലും പിൻസീറ്റിലും ഇരുന്ന് യാത്രയാരംഭിച്ചു. ആ യാത്രയിലുടനീളം സാഹിൽ അതീവ സന്തോഷവാനായി കാണപ്പെട്ടത് നാൻസിയിൽ സംശയമുണ്ടാക്കി. രാത്രി 8 മണിയോടെ താൻ അപകടത്തിലാണ് എന്നുള്ള കാര്യം നാൻസിക്ക് മനസ്സിലായി. കാരണം അത്ര നേരവും മെയിൻ റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന കാർ നിലവിൽ ഒരു വനപ്രദേശത്തു കൂടിയാണ് പോകുന്നത്. നാൻസി ഒരമ്പരപ്പോടെ കാര്യമന്വേഷിച്ചു. എന്നാൽ സമയം ലാഭിക്കാനായി ഷോർട്ട് കട്ട് എടുത്തതാണ് എന്നായിരുന്നു സാഹിൽ പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞതും ശുഭം കാർ നിർത്തി. അവർ 3 പേരും പുറത്തിറങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ കാര്യമന്വേഷിക്കാനായി നാൻസിയും പുറത്തിറങ്ങി. പെട്ടെന്നായിരുന്നു ബാദൽ അവളുടെ ഇടതുകൈയിൽ കടന്നു പിടിച്ചത്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശുഭം അവളുടെ വലതുകൈയിലും പിടിച്ചു. നാൻസി നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സാഹിൽ ഒരു തോക്കുമായി അവളുടെ മുന്നിലെത്തി. ശേഷം ഒരു സെക്കൻഡ് പോലും കാത്തു നിൽക്കാതെ അവൻ നാൻസിയുടെ തലയിൽ 2 തവണ വെടിയുതിർത്തു. അവൾ തൽക്ഷണം മരിച്ചു വീണു. ഉടനടി അവർ 3 പേരും ചേർന്ന് നാൻസിയുടെ മൃതദേഹം കാറിന്റെ ട്രങ്കിനകത്ത് കയറ്റി പാനിപ്പട്ട് റിഫൈനറിക്ക് സമീപത്തുള്ള കാട് പിടിച്ച പ്രദേശത്തെത്തി. കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും കൃത്യം 1 കിലോമീറ്റർ ദൂരത്തായിരുന്നു ആ സ്ഥലം. അവിടെ മൃതദേഹം ഉപേക്ഷിച്ചതിനു ശേഷം നാൻസിയുടേതുൾപ്പെടെയുള്ള എല്ലാ മൊബൈലുകളും സ്വിച്ച് ഓഫ് ആക്കി. ശേഷം അവർ 3 പേരും പാനിപ്പട്ടിലേക്ക് പോവുകയും അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ പാനിപ്പട്ടിൽ നിന്നും അവർ 3 പേരും 3 വഴിക്ക് പിരിഞ്ഞു. അവരുപയോഗിച്ച കാർ വിൽക്കാൻ സാഹിൽ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലേക്കും ശുഭം ഡൽഹിയിലേക്കും ബാദൽ സ്വന്തം നാടായ കർണാലിലേക്കുമാണ് പോയത്. നാൻസിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ചില നുണക്കഥകൾ പ്രചരിപ്പിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. സാഹിലിന്റെ പേരൻസും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറഞ്ഞു പരത്തിയ നുണക്കഥകൾ അതിന്റെ തെളിവാണ്. നവംബർ 11 സാഹിലിന്റെ അമ്മ രുചി ചോപ്ര നാൻസിയുടെ സഹോദരിയെ വിളിച്ച് നാൻസി സാഹിലിനോടൊപ്പം ഒരു ദൂരയാത്ര പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകളുടെ ഫോൺ കോളുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് സഞ്ജയ് ശർമ്മ രുചി ചോപ്രയെ വിളിച്ചപ്പോൾ അവർ കഥ മാറ്റി. അവൾ വീട്ടിൽ നിന്നും 20 ലക്ഷം രൂപ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു എന്നും ഞങ്ങൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നുമാണ് അവർ പറഞ്ഞത്. പിന്നീട് ഹണിമൂണിനായി അവൾ സാഹിലിനോടൊപ്പം ഫ്രാൻസിലേക്ക് പോയി എന്ന് പറഞ്ഞ് വീണ്ടും കഥ മാറ്റി. ഇതോടെ അവർ പലതും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് എന്നും തന്റെ മകൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നും സഞ്ജയ് ശർമ്മയ്ക്ക് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെയാണ് നാൻസിയുടെ ഫ്രണ്ട് അഞ്ജലി അവൾക്ക് ലഭിച്ച മെസ്സേജ് സഞ്ജയ് ശർമ്മയെ കാണിച്ചത്. ഇതോടെ അദ്ദേഹം ജനക്പുരി പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ മകൾ മിസ്സിംഗ് ആണ് എന്നും അവളുടെ തിരോധാനത്തിന് പിന്നിൽ ഭർത്തൃ വീട്ടുകാരാണ് എന്നും പറഞ്ഞ് ഒരു പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരു ക്രൈം നടന്നിട്ടുള്ളതിന്റെ എല്ലാ സൂചനകളും പോലീസിന് ലഭിച്ചു. നാൻസി അവളുടെ ഫ്രണ്ട് അഞ്ജലിക്ക് അയച്ച മെസ്സേജ് നവംബർ 10 വൈകുന്നേരം സാഹിൽ ശുഭമിനെയും ബാദലിനെയും ഫോൺ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചത്
സാഹിൽ, നാൻസി എന്നിവരോടൊപ്പം ശുഭത്തിന്റെയും ബാദലിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ നവംബർ 11 പാനിപ്പട്ടിലായിരുന്നു എന്ന് കണ്ടെത്തിയത് ഇങ്ങനെയുള്ള നിരവധി തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. നവംബർ 25 ബാദലും ശുഭവും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 26 സാഹിലും. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നവംബർ 27 പാനിപ്പട്ട് റിഫൈനറിക്ക് സമീപത്ത് വെച്ച് നാൻസിയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് എന്നും തലയിൽ 2 വെടിയുണ്ടകൾ തുളച്ചു കയറിയിട്ടുണ്ട് എന്നും കണ്ടെത്തി. അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പ്രതികളും നിലവിൽ തീഹാർ ജയിലിലാണ്. കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കൊലപാതകത്തിൽ സാഹിലിന്റെ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ചും സാഹിലിന്റെ ക്രൂരമായ പദ്ധതിക്ക് പിന്നിലെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.